കഴിഞ്ഞ തവണത്തെ ചോക്ലേറ്റ് ഫില്ലിംഗ് ബ്രെഡ് റോസ്റ്റ് ദുരന്തത്തിന് ശേഷം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മാറിയെന്ന് അമ്മയുടെ കൈപിടിച്ച് വീണ്ടും അടുക്കളയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവിടെ രചിക്കപ്പെട്ട കഥയാണ് ഒരു നെല്ലിപ്പുളി വിജയകഥ. ഒരു ദിവസം രാവിലെ അച്ഛൻ്റെ രഹസ്യ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ ഞാനും അവനും കൂടി പാഞ്ഞെടുത്തപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ നെല്ലിപ്പുളി മരത്തിൽ നിറയെ നെല്ലിപ്പുളികൾ ഇങ്ങനെ കൊലകുത്തി കിടക്കുന്നു. അത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടി മാമ. കാരണം പലതവണ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയധികം ഒരുമിച്ചുണ്ടാകുന്ന ആദ്യമായിട്ടാണ്. പിന്നെ പറയണ്ടല്ലോ, ഞാനും അവനും കൂടി മതെല്ലാം മേളിൽ വലിഞ്ഞു കയറി രണ്ട് വലിയ പാത്രം കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പറിക്കാൻ തുടങ്ങി. പഴുത്തതും പച്ചയും വലുതും ചെറുതും കണ്ണി കണ്ടതെല്ലാം പറിച്ച് അതിന് നേരെ രണ്ട് വലിയ പാത്രത്തിലാക്കിയിട്ട് നേരെ അടുക്കളയിൽ കൊണ്ടുവന്ന്. എന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. നല്ല കൊതിയോറും നെല്ലിക്കപ്പൊടി വെച്ചാൽ അത് തന്നെ നമുക്ക് ഈ പുളി വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു ഇഡലിപ്പാത്രം എടുത്തിട്ട് അതിലേക്ക് പുളിയെല്ലാം ഇട്ടിട്ട് അതിൻ്റെ മീതെ കുറച്ച് ഉപ്പും വാരി വെതിരിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ച്, അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് വേപ്പില ഇതെല്ലാം മാറ്റി വെക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഉലുവ വറുത്തെടുക്കാനുണ്ട്. ഇത് മറ്റൊരാവശ്യത്തിനാണ്. ഇത് വറുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇടയ്ക്ക് ഇതുപോലത്തെ ഷോ ഒക്കെ കാണാൻ പറ്റും, അത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. പിന്നീട് അതേപോലെ തന്നെ കുറച്ച് കായ കൊടുത്തിട്ട് അരിഞ്ഞ് ഒരു 3-4 പീസ് അരിഞ്ഞ് മാറ്റി വെക്കുക. അതിനുശേഷം എണ്ണ എടുത്തിട്ട് നല്ല ചൂട് ചട്ടിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ആ കായ കൊടുത്ത് അതിൽ ചേർക്കുക. കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ല ഡ്രൈ ആയി നല്ല നല്ല മുരിഞ്ഞു വരും. നമുക്ക് മിക്സിയിൽ അടിക്കാൻ പാകത്തിനാണ് ആ കായം വേണ്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ പുളിയെല്ലാം സെറ്റായി വെന്ത് വന്നു. അപ്പം തന്നെ നമ്മുടെ കായം അവിടെ ഡ്രൈ ആയി തുടങ്ങി. അപ്പം നല്ല മുരുമുരുവെന്നാകുമ്പോൾ അത് എടുത്ത് മാറ്റുക. കാരണം ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. നേരത്തെ നമ്മൾ വറുത്ത് മാറ്റിയ ഉലുവയായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത്രയും തന്നെ കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുക. നല്ല കളർ വന്നെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കണം. പിന്നെ നമ്മൾ കായം വറുത്ത് മാറ്റിയ എണ്ണയിലേക്ക് കടുക് വറുത്തെടുക്കുക. ഈ കാര്യങ്ങളൊക്കെ പടപടാന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കടുകൊന്ന് ചെറുതായി മൂത്ത് വരാൻ നേരത്ത് അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ഇളക്കുക. അത് കുറച്ച് ചെറിയ ബ്രൗൺ കളറാകുന്ന നേരത്ത് മാത്രം നമ്മൾ കറിവേപ്പില ചേർക്കുക. ശരിക്കും ഈ 3 സാധനം വറുത്ത് വരുമ്പോൾ തന്നെ ഈ പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കുക. അധികം നമ്മൾ മുളക് പൊടി മൂപ്പിക്കാൻ നിൽക്കരുത്. അപ്പം തന്നെ നമ്മൾ നെല്ലിപ്പുളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെല്ലിപ്പുളി എടുത്തിട്ട് അതിലേക്ക് ചേർക്കണതാണ്. നമ്മൾ 2 പാത്രത്തിലായിട്ടാണ് കുറച്ച് വെച്ചത്. അപ്പോൾ രണ്ടാമത്തെ ഇഡ്ഡലി പാത്രത്തിൽ നമ്മുടെ രണ്ടാമത് കുറച്ച് വെന്തിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ അതും കൂടി ആഡ് ചെയ്യും. ഇപ്പോൾ തന്നെ അത് നിങ്ങളെ കാണിക്കും. ഇപ്പോൾ തന്നെ നല്ല തിക്ക് നല്ല കളറായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത് നമ്മൾ രണ്ടാമത്തെ പാത്രത്തിൽ നെല്ലിപ്പുളി കൂടി ആഡ് ചെയ്യണം കേട്ടോ. അടിപൊളി. രണ്ടും ആഡ് ചെയ്തിട്ട് നമ്മൾ ഇളക്കണം കേട്ടോ. ഇപ്പം തന്നെ നല്ല കളറായിട്ടുണ്ട് സംഭവം. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾ ഇത്തിരി ഉപ്പ് കുറച്ച് കഴിക്കുന്ന ആളാണെങ്കിൽ ഉപ്പ് കുറച്ച് കഴിക്കുക. അച്ചാറിലൊക്കെ എന്തായാലും നമുക്ക് ഉപ്പ് വേണമല്ലോ. അതിലൂടെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഉലുവയും കായവും ചേർത്ത് കൊടുക്കണതാണ്. അത് ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കാം. കാരണം എണ്ണയുടെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ചേർക്കേണ്ടത് വിനാഗിരിയാണ്. ചിലർ വിനാഗിരി കൂടുതൽ ഒഴിക്കണവരുണ്ടാവും, ചിലർ കുറച്ച് ഒഴിക്കണവരുണ്ടാവും, ചിലർക്ക് ഒട്ടും ഇഷ്ടമല്ല വിനാഗിരി. എന്നാലും നമ്മളാവശ്യത്തിന് വിനാഗിരി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. സംഭവം ഏകദേശം കഴിഞ്ഞു. ഈ നെല്ലിപ്പുളി എന്ന് പേരുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് എത്ര ഇളക്കിയിട്ടും പുളി അങ്ങോട്ട് മാറില്ല. എന്തോ വൈരാഗ്യം വെച്ച് പെരുമാറുന്ന പോലെ നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വീണ്ടും കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് പുളി അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം എന്തേ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കളറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നെല്ലിപ്പുളി ഏകദേശം സെറ്റായി കഴിഞ്ഞു. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് സാധനം എന്തേ സെറ്റായിട്ടുണ്ട് കേട്ടോ. നെല്ലിപ്പുളി അച്ചാർ കഴിക്കാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. കാര്യമായിട്ട് പറഞ്ഞാണ്, ഇത് ഞാൻ കഴിച്ചിട്ട് പറയണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതപ്പോൾ ഇനി നമ്മൾ കുപ്പിയിലേക്ക് മാറ്റും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഒന്നും കൂടി കാണിച്ചു തരാം പാത്രത്തിലിട്ട്. സംഭവം വെറുതെ ഉഷാറായിട്ടുണ്ട്. നിങ്ങളപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നെല്ലിപ്പുളി ചെമ്മിപ്പുളി ഉണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, കഴിച്ചു നോക്കിയാലോ. എൻ്റെ വീഡിയോ ഇതുവരെ ആരെങ്കിലും കാണുമെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ഇതുവരെ കണ്ടിരുന്നവരുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ഒരു ക്ലീഷേ ഡയലോഗ് ഞാനും പറയും. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് രണ്ടും പറ്റില്ലെങ്കിൽ 4 തെറിയെങ്കിലും വിളിക്കുക.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.